ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ, ജയ ജയ ശ്രീ നരസിംഹദേവ്. ഞാനിപ്പോൾ കോഴിക്കോട് ഹൈലൈറ്റ് മാളിനുള്ളിൽ ഒരു തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് വരികയാണ്. ഒരു സിനിമ കണ്ടു. ആ സിനിമ കണ്ടതിൻ്റെ എന്താ പറയുക, റിവ്യൂ ഇപ്പോൾ തന്നെ പറയണം എനിക്ക്. മഹാവതാർ നരസിംഹദേവ് എന്നുള്ള സിനിമയാണ് കണ്ടത്. എല്ലാ ഭഗവാന്റെ ഭക്തരും ആ സിനിമ ഒന്ന് കാണണം കേട്ടോ. അതിനെ പറ്റി പറയാൻ എനിക്ക് എന്താ പറയുക, അത് ആ സിനിമ എന്തായാലും ഭഗവാന്റെ ഭക്തര്, നരസിംഹമൂർത്തിയുടെ ഭക്തര് എന്തായാലും സിനിമ കാണണം. നമ്മള് സത്യം പറഞ്ഞാല് എനിക്ക് എന്താ പറയാ, ഭയങ്കര സന്തോഷവും കൊണ്ടിങ്ങനെ കരഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് വരുന്നത്. ഭഗവാന്റെ ആ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് നിങ്ങളെ ഭഗവാന്റെ ഭക്തരായിട്ടുള്ള എല്ലാ ആളുകളും നരസിംഹസ്വാമിയുടെ സിനിമ കാണണം. ഞാൻ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ നിന്നാണ് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടായി മോളിൽ വരുന്നത്. ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ബാക്കി ഇവിടെയെങ്ങും മലപ്പുറത്ത് വേറെ ഒരു തിയേറ്ററിലും അത് പ്രദർശിപ്പിക്കാനില്ല. അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് വന്ന്, നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഈ കണ്ണീര് കാണുമ്പോൾ ബാലിഷായിട്ട് തോന്നുന്നു, എനിക്ക് വട്ടാണെന്ന് ഭ്രാന്താണെന്നൊക്കെ തോന്നാം. പക്ഷെ സിനിമ കാണുമ്പോൾ പ്രഹ്ലാദന്റെ അവസ്ഥയാണ് നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണം നിങ്ങള്. ശരിക്കും അസുരന്മാരുടെ ഇടയിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം അത്. ആ സിനിമ നിങ്ങൾ കണ്ടു നോക്കൂ. വെറും മിത്തൊന്നുമല്ല. നമ്മുടെ പുരാണങ്ങളില് ഐതിഹ്യമായി പറഞ്ഞിരിക്കുന്ന നരസിംഹ അവതാരം വെറും മിത്തല്ല. നിങ്ങൾ ആ സിനിമ ഒന്ന് പോയി കണ്ടു നോക്കൂ. അതിപ്പോൾ മനസ്സിലാവും. കേരളത്തില് എന്തായാലും അസുരന്മാരൊന്നും അത് പ്രദർശിപ്പിക്കില്ല. പക്ഷേ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോടിലാണ് ഞാൻ വന്ന് കണ്ടത്. നിങ്ങൾ കണ്ടു നോക്കൂ. എല്ലാ മതവിശ്വാസികളും ഒന്ന് കണ്ടു നോക്കൂ. ആ സിനിമ കണ്ടു നോക്കണം. നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് അവസ്ഥയിലാണ് നിൽക്കണത്. നിങ്ങൾ ഓരോരുത്തരും ഹിരണ്യകശിപുമാരുടെയും അസുരന്മാരുടെയും ആ നിലവാരത്തിലാണ് പല ആളുകളും നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാകും. നിങ്ങൾക്ക് ബോധം വരും ആരാണ് പ്രപഞ്ചനാഥന്. എല്ലാ മതവിശ്വാസങ്ങളിലും സൃഷ്ടികർത്താവിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ പ്രപഞ്ചനാഥൻ ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ആ സിനിമ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ കാണുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലഷറോ ഈ കാണുന്ന ഈ പ്രൗഢിയോ മോഡിയോ ഒന്നും അല്ല ഈ ജീവിതം എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ആ സിനിമ ഒന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടു നോക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തുനിന്നും അത് പ്രദർശിപ്പിക്കുന്നില്ല. കേരളത്തിൽ വളരെ കുറച്ച് തിയേറ്റേഴ്സിലേ ഉള്ളൂ സിനിമ. കാരണം ഇത് ഭക്തിപരമായിട്ടുള്ളതും പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ദൈവം ഭഗവാന്റെ അവതാരമാണല്ലോ നരസിംഹമൂർത്തി എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെയാണ് ആയിരിക്കാം അത് കേരളത്തിൽ അദ്ദേഹം തിയേറ്ററിലൊന്നും പ്രദർശിപ്പിക്കുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും കണ്ടു നോക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് പ്രപഞ്ചനാഥൻ, ആരാണ് സൃഷ്ടാവിന് മേലെയുള്ള അദ്ദേഹം ആരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. എന്തിനാണ് ഇങ്ങനെയുള്ള ഈശ്വരന്റെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നത്, ഏത് മനോഭാവം ഉള്ളവരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മഹാവതാർ നരസിംഹം എന്നാണ് സിനിമയുടെ പേര്. കണ്ടു നോക്കും കേട്ടോ. നിങ്ങൾ ഈ ഓരോരോ കേവല മനുഷ്യന്മാരുടെ സിനിമകൾ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലും അടിവിടുകൂടും ഒക്കെ ചെയ്യുന്നില്ലേ, രാഷ്ട്രീയവും പോരും പറഞ്ഞിട്ട്. ഇതുപോലുള്ള സിനിമകൾ കണ്ടു നോക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈശ്വര തത്വം എന്നുള്ളത്. ഇത് എടുത്ത ഡയറക്ടർ എനിക്ക് അറിയില്ല ആരാന്നൊന്നും. അവരെയൊക്കെ ഞാൻ നമിക്കുകയാണ്. ഭഗവാന്റെ നാമത്തിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. ഇത് എടുത്ത ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് എല്ലാവർക്കും നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവും. അതിൽ പ്രഹ്ലാദൻ പറയുന്നത് തന്നെ പ്രഹ്ലാദനോട് ഭഗവാൻ പറയുന്നത് തന്നെ എനിക്ക് പറയാനുള്ളൂ. പ്രഹ്ലാദ, നിന്നെ സ്തുതിക്കുന്നവരും അല്ലെങ്കിൽ എൻ്റെ മഹത്വം പ്രചരിപ്പിക്കുന്നവരെയും അധോക്ഷതനായി ഞാൻ എല്ലായ്പ്പോഴും വന്ന് രക്ഷിക്കാം. അവർക്ക് എപ്പോഴും ദുരിതവും വിഷമവും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ വരും രക്ഷിക്കാൻ വരും എന്നുള്ളത്. നമ്മളെല്ലാവരും പ്രഹ്ലാദന്റെ ഒരു സീനിൽ പ്രഹ്ലാദൻ പറയുന്നുണ്ട്, ഞാൻ അനാഥനെ പോലെ ആയല്ലോ ഭഗവാനെ, എനിക്ക് ആരുമില്ലല്ലോ. ഭഗവാൻ വരുന്നുണ്ട്. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, നിനക്ക് ഓരോ ചരാചരങ്ങളിലും എന്നെ കാണാൻ നിനക്ക് സാധിക്കാം. അപ്പം നിനക്ക് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാത്തിലും എന്നെ കാണാനും സാധിക്കും. അതാണ് ഭഗവാന്റെ ഭക്തരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അവരെല്ലാത്തിലും ദുഷ്ടനിലും ശിഷ്ടനിലും എല്ലാം ഈശ്വരനെ കാണാനും സ്നേഹിക്കാനും അവർക്ക് സാധിക്കുന്നു എന്നുള്ളത്. മഹാവതാർ നരസിംഹം നിങ്ങൾ എല്ലാവരും കാണാം. പറ്റണ തിയേറ്ററിൽ പോയിട്ട് ദയവ് ചെയ്തിട്ട് എല്ലാവരും
സിനിമ കാണാൻ. ഞാൻ ഈ സിനിമയുടെ പ്രൊമോഷനായിട്ടൊന്നും വന്നതല്ല, ഞാൻ എൻ്റെ ഭഗവാന്റെ പ്രൊമോഷന് വേണ്ടി മാത്രമായിട്ട് പറയാണ്. ഭഗവാന്റെ പ്രൊമോഷൻ. എല്ലാവർക്കും നരസിംഹമൂർത്തിയുടെ സിനിമ കഴിഞ്ഞതിന് ശേഷം എനിക്കറിയില്ല, എൻ്റെ തൊണ്ട പൊട്ടുമാറി ഞാൻ ജയ ജയ നരസിംഹദേവ് എന്ന് ഞാൻ ഉറക്കം പറഞ്ഞു. ഞാൻ കരഞ്ഞതിന് കൈ കണക്കിട്ടില്ല. ഞാൻ കരഞ്ഞത് വിഷമം കൊണ്ടല്ല കേട്ടോ, സന്തോഷം കൊണ്ട് കരഞ്ഞു. സന്തോഷം കൊണ്ട് കരഞ്ഞു ഞാൻ. അതാണ് എനിക്ക് വളരെ വളരെ സന്തോഷമായി. ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു നമാമ്യം. ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത ഒരു അവതാരം, അതിന് വേണ്ടി എടുത്ത അവതാരമാണ് ഭഗവാൻ വരും, ഏതെങ്കിലും രൂപത്തിൽ വരും. ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നിങ്ങളെല്ലാവരും കാണാം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ.